മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിലെ വീട് കൈമാറാനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ആദ്യഘട്ടത്തിൽ ഫേസ് 1 ഉൾപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറുക. ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ദുരന്തബാധിതർ. മന്ത്രി ഒ.ആർ. കേളുവിന്റെ നേതൃത്വത്തിൽ മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നറുക്കെടുപ്പ്. ആർക്കൊക്കെ ഏതൊക്കെ വീടുകളാണ് നൽകേണ്ടതെന്ന് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക. 178 കുടുംബങ്ങൾ ആദ്യഘട്ട നറുക്കെടുപ്പിന്റെ ഭാഗമാകും. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് ദുരിതബാധിതർ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ദുരന്തബാധിതരും വയനാട്ടിലെ ജനങ്ങളാകെയും 25-ാം തീയതി ദുരന്തബാധിതർക്ക് ആദ്യഘട്ട വീടുകൾ 178 വീടുകൾ കൈമാറുന്നു എന്നതിനെ കാണുന്നത്. ഇവിടുത്തെ വർക്ക് നടക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ മിക്കവാറും ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഇതിങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ രീതിയിൽ സന്തോഷമാണ്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ലോകോത്തര മാതൃകയിലുള്ള ഒരു ടൗൺഷിപ്പാണ് ഇവിടെ പണിയുന്നത്. അപ്പോൾ ആ ടൗൺഷിപ്പിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ ഈ 25-ന് ഉദ്ഘാടനം ചെയ്ത് പട്ടയം നൽകി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഇത് കാണുമ്പോൾ ശരിക്കും വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. ഒരു സർക്കാർ ഇത്രയും ചേർത്ത് പിടിച്ചൊരു സർക്കാർ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രിയാകും വീടുകളുടെ താക്കോൽ കൈമാറുക. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുക. ബാക്കിയുള്ള 149 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറയോടെയാണ് വീടുകൾ നിർമ്മിച്ചത്. ടൗൺഷിപ്പ് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ 1662-ലധികം ആളുകൾക്ക് തണലൊരുങ്ങും. വീടുകൾക്കൊപ്പം ആരോഗ്യ കേന്ദ്രവും അങ്കണവാടിയും പൊതുമാർക്കറ്റുമൊക്കെ ടൗൺഷിപ്പിലുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 27-നായിരുന്നു കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള സ്ഥലത്ത് വീടുകളുടെ തറക്കല്ലിടൽ. അടുത്ത മഴക്കാലത്തിനു മുമ്പ് ഭൂമിയും വീടും ഉറപ്പാക്കി പൂർണ്ണ പുനരധിവാസം സാധ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. ഉറ്റവരും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതവും മാന്യവുമായ പുതിയ ജീവിതം ഉറപ്പു നൽകുകയാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് മലയാളം, വയനാട്.